ഈ ഒരു സത്യാനന്തര കാലത്തെ പറ്റി ഇവർ പറയുമ്പോഴും പലപ്പോഴും ആരാണോ ഇതിനെപ്പറ്റി പറയുന്നത് മറ്റുള്ളവരിൽ കുറ്റം ഏൽപ്പിക്കാൻ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് ഇതിനനുസരിച്ച് നീങ്ങുന്നതെന്നും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? തീർച്ചയായിട്ടും അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു വാക്കിൻ്റെ അർത്ഥതലം മനസ്സിലാക്കിയിട്ടല്ല പലരും ഉപയോഗിക്കുന്നത്. സത്യാനന്തര കാലം എന്നുള്ള വാക്ക് മനസ്സിലാകാതെയാണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെയാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. ഇവർ കരുതി എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് കരുതി, പോസിറ്റീവല്ല നെഗറ്റീവായിട്ടുള്ള പദമാണത്. എല്ലാ ഏകാധിപത്യത്തെയും അതിനെ പുറത്തു കൊണ്ടുവരുന്ന ആശയങ്ങളെയും സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത്, പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് നമ്മുടെ മലയാള സാഹിത്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഈ സത്യാന്തര കാലത്തിൻ്റെ വില മനസ്സിലാകും. 10 വർഷക്കാലത്തെ ഒരു ഏകാധിപത്യം പോലുള്ള ഭരണകാലത്ത് എഴുത്തുകാരെന്താണ് ചെയ്തിട്ടുള്ളത്? ഈ ഭരണകൂടത്തോട് എഴുത്തുകാർ കാണിച്ച സമീപനം എന്തായിരുന്നു? എത്ര പ്രശ്നങ്ങൾ ഇവിടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്? ഏതൊക്കെ പ്രശ്നങ്ങളെയാണ് നമ്മൾ എഴുത്തുകാർ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? അത് ഇടതുപക്ഷത്തെ എഴുത്തുകാരായാലും വലതുപക്ഷത്തെ എഴുത്തുകാരായാലും. ഞാൻ ഈ കാര്യം പലപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗാളി പ്രൊഫസറുണ്ട്, വലിയ വായനക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ മമതാ സർക്കാരിൻ്റെ 10 വർഷ ഭരണകാലവും എടുത്തു കഴിഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ ബംഗാളിൽ അതിൻ്റെ സാഹിത്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അവിടെ സാഹിത്യം എന്ന് പറഞ്ഞില്ലായിരുന്നു. ഈ 10 വർഷക്കാലത്ത് സാഹിത്യം, ക്രിയേറ്റീവായിട്ടുള്ള സാഹിത്യം എന്ന് പറയുന്നത് അവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്കറിയില്ല ബംഗാളി സാഹിത്യത്തിൻ്റെ പുതിയ അവസ്ഥ എന്താണെന്ന്. കാരണം ഒരു ഏകാധിപത്യ ഭരണകൂടം നിലവിൽ വരികയും എല്ലാം അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ എഴുത്തുകാർക്ക് ശബ്ദമില്ല. വാസ്തവത്തിൽ ആ സമയത്താണ് എഴുത്തുകാർ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രയോഗമുണ്ടല്ലോ, ഇപ്പം കഷ്ടകാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മോശം കാലാവസ്ഥയിൽ സാഹിത്യം ഉണ്ടാകുമോ? ഉണ്ടാകും. മോശം കാലാവസ്ഥയെക്കുറിച്ച് സാഹിത്യം ഉണ്ടാകും. പക്ഷേ നമുക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രശ്നം വരുന്നത്. മോശം കാലാവസ്ഥയിലും ഇപ്പോൾ റഷ്യയിലെ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് നല്ല സാഹിത്യം ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ ക്യാൻസർ വാർഡ് എന്നുള്ള കൃതി, അത് സ്റ്റാലിൻ്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കൃതിയല്ലേ? ആ സമയത്തുണ്ടായതല്ലേ? ഏറ്റവും മികച്ച കൃതിയല്ലേ? ആനിമൽ ഫാം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത്. അതൊക്കെ ഒരു ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള കലാപം എന്ന രീതിയിൽ കൃതികളുണ്ടായിട്ട്. പക്ഷേ അങ്ങനെയൊരു സാഹിത്യം മലയാളത്തിൽ ഈ 10 വർഷമായിട്ടില്ല. ബംഗാളിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ പ്രകാരം. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാൽ സത്യാന്തര കാലത്തിൻ്റെ മറ്റൊരു തെളിവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോഴും എങ്ങനെയാണ് നമ്മുടെ എഴുത്തുകാർ അടിമകളായിട്ട്, രാഷ്ട്രീയ അടിമകളായിട്ട് മാറുന്നതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ എസ് ഹരീഷ് എന്നുള്ളൊരു കഥാകൃത്ത് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നല്ല കഥകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കഥകളാണ്. നല്ല കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ലാസർ ഷൈൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കഥാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതി. ആ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: എഴുത്തുകാർക്ക് വേണ്ടത് നല്ലവരെയല്ല, പാപികളെയാണ്, മോശക്കാരെയാണ്. ഈദി അമീൻ, നരേന്ദ്രമോദി, കൊടിസുനി എന്നിവർ ഇനിയും ഉണ്ടാകണമെന്ന് എഴുത്തുകാർ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല എഴുത്തുകാരുണ്ടാകുകയുള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഈദി അമീൻ, നരേന്ദ്രമോദി, കൊടിസുനി ഇവരൊക്കെ പാപികളാണ്, അതുകൊണ്ട് ഇവരാണ് എഴുത്തുകാർക്ക് വേണ്ടത്. ഈ ഒരു താരതമ്യത്തിൽ ഈദി അമീൻ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള കൊലയാളി, ഒരു ഭരണാധികാരിയാണ്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അധികാരമൊക്കെ എസ് ഹരീഷിനുണ്ട്. പക്ഷേ ഇതിനിടയിൽ കൊടിസുനിയെ എന്തുകൊണ്ട് കൂട്ടി? കൊടിസുനി ഭരണാധികാരിയല്ല, അദ്ദേഹം കേരളം കണ്ട ഏറ്റവും മൃഗീയമായ ഒരു കൊലപാതകത്തിലെ 1-ാം പ്രതി. അദ്ദേഹത്തിന് ആയുധം കൊടുത്ത ആൾക്കാരെ ഈ ഹരീഷിന് അറിയാമല്ലോ, ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ട് ആ പേര് ഹരീഷിന് പറയാൻ പറ്റുന്നില്ല? നരേന്ദ്രമോദിയെ പറഞ്ഞു, ഈദി അമീനെ പറഞ്ഞു, പക്ഷേ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നേതാവ് എന്ന രീതിയിൽ കേരളത്തിലുണ്ടല്ലോ. കൊടിസുനിക്ക് പ്രത്യേകിച്ച് വ്യക്തിവൈര്യം കൊണ്ടല്ലോ കൊലപാതകം നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ആ നേതാവിനെ അല്ലെങ്കിൽ ആ നേതൃത്വത്തെ പറയാൻ ഹരീഷിന് കഴിഞ്ഞിട്ടില്ല? ഇതിവിടെയാണ് രാഷ്ട്രീയ അടിമത്വം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള അടിമകളുടെ ഒരു ഘോഷയാത്രയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കണ്ടുകൊണ്ട്. ഇതാണ് സത്യാനന്തര കാലത്തിലുള്ളത്. യഥാർത്ഥ വസ്തുതകൾ മൂടിവെക്കുക, എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് സിവിക് ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. സിവിക് ചന്ദ്രൻ വളരെ കൃത്യമായിട്ട് ഈ സച്ചിദാനന്ദൻ്റെ ഈ ഒരു കാപട്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ നിഴലിനോട് യുദ്ധം ചെയ്യുന്നവരാണ് ഇന്നത്തെ എഴുത്തുകാർ. ദൂരെങ്ങുമുള്ള കാര്യങ്ങൾ, നമ്മളെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും. പക്ഷേ മൂക്കിന് താഴെയുള്ള വിഷയങ്ങൾ അവർക്ക് മിണ്ടാൻ പറ്റില്ല. അങ്ങനെ മിണ്ടിയാൽ അവരുടെ ജീവിതമില്ല. ഇങ്ങനെ ഭയപ്പെട്ട് അടിമത്തത്തോടു കൂടി കഴിയുന്ന എഴുത്തുകാരാണ് ഇന്നത്തെ എഴുത്തുകാരെന്ന് പറയുന്നത്. അത് സങ്കടമുണ്ട് പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ അതാണ് വാസ്തവം. ഇത് സത്യാന്തര കാലത്തിൻ്റെ ഒരു യുക്തിയാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.